ചരിത്രവാഹിയായ മയ്യഴിപ്പുഴയോരത്ത് മയ്യഴിയുടെ ഹൃദയതാളമായി ഒരു കഥക് പഠന കേന്ദ്രം ആശുപത്രി റോഡിൽ 2025 ഏപ്രിൽ 23 കാലത്ത് 10:30 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഡോക്ടർ കലാമണ്ഡലം പ്രമുഖ നർത്തകി ഷീബ കൃഷ്ണകുമാറിൻ്റെ അധ്യക്ഷതയിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും പ്രമുഖ നർത്തകിയുമായ ഡോക്ടർ സുനിത നായരും പ്രമുഖ അഭിഭാഷകയും കഥക് പരിശീലകയുമായ അഡ്വക്കേറ്റ് സജ്നയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യുന്നു. പോണ്ടിച്ചേരി ഭാരതീയ പാൽ കലൈക്കുടം ഡാൻസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും പ്രമുഖ നർത്തകിയുമായ ഡോക്ടർ വിചിത്ര പാലിക്കണ്ടി ലോഗോ പ്രകാശനം ചെയ്യുന്നു. മാഹി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് കുമാർ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് CV രാജൻ പെരിങ്ങാടി, ഗ്രന്ഥകാരനും PSS അവാർഡ് ജേതാവും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ചാലക്കര പുരുഷു, പരിസ്ഥിതി പ്രവർത്തകയും സാമൂഹിക മയ്യഴിയുടെ സാരഥിയും നോവലിസ്റ്റുമായ രാജലക്ഷ്മി കഴിഞ്ഞ 30 വർഷങ്ങളായി സാമൂഹിക പ്രവർത്തന രംഗത്തും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഇടയിലും പ്രവർത്തിച്ചു വരുന്ന ജസീമ മുസ്തഫ, ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മാഹി ലയൺസ് ക്ലബിൻ്റെ മുൻ പ്രസിഡന്റും ഡാൻസറുമായ ജിഷി രാജേഷ് എന്നീ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. സത്യരൂപനാം ദേവ നിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയേഴും വിളക്കിതാ സാവധാനം അടിയൻ കൊളുത്തിനേ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപ്പതേ ഇരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുമേലെത്തണേ ഭാവബന്ധമുടു സത്യരൂപനാം ദേവ നിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയേഴും വിളക്കിതാ സാവധാനം അടിയൻ കൊളുത്തിനേ. സംബന്ധിച്ച് ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇവിടെ ഇന്ന് ഭാരതീയ ക്ലാസിക്കൽ നൃത്തമേഖലയിൽ വളരെ പ്രചാരം നേടിയ കഥക് നൃത്തം, അതുപോലെ തന്നെ കാശിയിൽ ഉത്ഭവിച്ചെന്ന് അറിയപ്പെടുന്ന കഥക് നൃത്തത്തിൻ്റെ ചുവടുകളും താളങ്ങളും മയ്യഴിക്കാർക്ക് നൽകുവാൻ, മയ്യഴി മണ്ണിലേക്ക് പകർന്നു നൽകുവാൻ എൻ്റെ സഹപ്രവർത്തകയായ അഡ്വക്കേറ്റ് NK സജിനയുടെ സംരംഭമായ ശിവാംഗി കൾച്ചറൽ സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഇവിടെ ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ അവർകളാണ്. കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ മയ്യഴിക്കാർക്കും തലശ്ശേരിക്കാർക്കും സുപരിചിതയാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ ബിരുദവും ഡോക്ടറേറ്റും നേടിയ ശ്രീമതി ഷീബ കൃഷ്ണകുമാറിനെ തേടി നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. കേരള ക്ഷേത്രകലാ അക്കാദമി അവാർഡ് 2020, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് 2022, കലാനിധി നന്ദന കീർത്തി പുരസ്കാരം, കർണാടക സർക്കാരിൻ്റെ പരിനിധി നാഷണൽ അവാർഡ് 2021, സരസ്വതി കലാരത്നം, ശ്രീശക്തി പുരസ്കാരം 2023 എന്നീ അവാർഡുകൾ അവയിൽ ചിലതു മാത്രം. തലശ്ശേരി ടെമ്പിൾ ഗേറ്റിൽ സർഗലയ ഡാൻസ് സ്കൂൾ എന്ന നൃത്തവിദ്യാലയം നടത്തിവരുന്ന ഡോക്ടർ ഷീബ കൃഷ്ണകുമാർ 25 വർഷക്കാലമായി നിരവധി ദേശീയ അന്തർദേശീയ വേദികളിൽ മോഹിനിയാട്ടം, ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ച് പ്രശംസ നേടിയിട്ടുണ്ട്. ജയദേവ കവിയുടെ ഗീതാ ഗോവിന്ദം അടിസ്ഥാനമാക്കിയിട്ടുള്ള അഷ്ടപതിയാട്ടം നിരവധി വേദികൾ
പരിപാടികളിൽ അവതരിപ്പിച്ച് പ്രഗത്ഭമതികളുടെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. കൂടാതെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന നൃത്ത പാഠാവലി എന്ന പുസ്തകം മലയാളത്തിൽ രചിച്ചിട്ടുണ്ട്. എസൻസ് ഓഫ് ഭരതനാട്യം എന്ന ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച കൃതി ഭരതനാട്യത്തിന് എപ്പോഴും റെഫറൻസ് ആക്കാവുന്ന ഒരു കൃതിയാണ്. ഭരതാർണവം എന്ന സംസ്കൃത കാവ്യം മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് കേരള സംഗീത നാടക അക്കാദമി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ അനുഗ്രഹീത കലാകാരിയെ ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുവാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിശിഷ്ട അതിഥി ഡോക്ടർ വിചിത്ര പാലിക്കണ്ടി അവർകളാണ്. ഇപ്പോൾ ഭാരതിയാർ പാൽ കലൈക്കൂടം എന്ന സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായി സേവനം അനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ വിചിത്ര പാലിക്കണ്ടി 30 വർഷത്തിലേറെയായി ക്ലാസിക്കൽ ഡാൻസ് പെർഫോമറായും അധ്യാപികയായും അറിയപ്പെടുന്ന വ്യക്തിയാണ്. നൃത്തരംഗത്തെ സ്തുത്യർഹമായ സംഭാവനകളെ മാനിച്ചുകൊണ്ട് 2005 കലൈമാമണി പുരസ്കാരം നൽകി പോണ്ടിച്ചേരി സർക്കാർ ആദരിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് അവാർഡ് ജേതാവായിരുന്ന ഡോക്ടർ വിചിത്ര പാലിക്കണ്ടി തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഭരതനാട്യത്തിൽ ഡോക്ടറേറ്റ് നേടിയത്. ഭാരതീദാസൻ യൂണിവേഴ്സിറ്റി ഡോക്ടറൽ കമ്മിറ്റി മെമ്പറും എക്സ്റ്റേണൽ എക്സാമിനറായും പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ വിചിത്ര പാലിക്കണ്ടി ക്ലാസിക്കൽ ഡാൻസ് ഡ്രാമാസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഒരു പുസ്തകം രചിച്ച് അത് ഇപ്പോൾ പബ്ലിഷ് ചെയ്യാനായി ഒരുങ്ങി നിൽക്കുന്നു. ഈ അന്തർദേശീയ തലത്തിൽ നിരവധി കൾച്ചറൽ പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത ഡോക്ടർ വിചിത്ര പാലിക്കണ്ടി നാട്യ കലാമണ്ഡലം എന്ന ഡാൻസ് സ്കൂളിൻ്റെ സ്ഥാപക കൂടിയാണ്. ഈ അനുഗ്രഹീത കലാകാരിയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകയായ സുമിത എസ് നായരെയാണ് അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. 40 വർഷത്തിലേറെയായി ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി എന്ന നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചും സംവിധാനം ചെയ്തും വരുന്ന ഡോക്ടർ സുമിത എസ് നായർ കലാമണ്ഡലം, ക്ഷേമാവതി, നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി, ശ്യാമള രാമചന്ദ്രൻ എന്നിവരുടെ കീഴിലാണ് നൃത്യ പഠനം നടത്തിയിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടർച്ചയായി 4 വർഷ കലാതിലക പട്ടം ചൂടിയ ഡോക്ടർ സുമിത എസ് നായർ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. നാട്യരത്ന അവാർഡ് 2029, ചെന്നൈ കലൈമകൾ പുരസ്കാരം 2010, മോഹിനിയാട്ടത്തിൽ രംഗശ്രീ പുരസ്കാരം 2015, ശ്രീശക്തി പുരസ്കാരം 2017, കലാരത്ന അവാർഡ് 2021, രുക്മിണി അരുന്തൽ പുരസ്കാരം 2023, കേരള സംഗീത നാടക അക്കാദമി 2024 എന്നീ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഡോക്ടർ സുമിത എസ് നായർ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത, ONVയുടെ അമ്മ, സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ലേ എന്നീ കൃതികൾക്ക് നൃത്താവിഷ്കാരം നടത്തി നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴശ്ശിരാജ NSS കോളേജിൽ മലയാള വിഭാഗം മേധാവിയായി സേവനം അനുഷ്ഠിച്ചു വരുന്ന ഈ കലാകാരിയെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഇനോഗ്രേഷനായി സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളു. ഈ പരിപാടിയുടെ എല്ലാമായ അഡ്വക്കേറ്റ് സജിനിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നറിയാം. എന്നാലും ഔപചാരികത പേരിൽ ഞാൻ സജിനയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. മാഹി കോടതിയിൽ അഭിഭാഷകയായും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചു വരുന്ന സജിന ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം നർത്തകി കൂടിയാണ്. ഔപചാരികത പേരിൽ ഞാൻ അഡ്വക്കേറ്റ് സജിനയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാഹി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് കുമാർ, ദേശീയ അവാർഡ് ജേതാവായ CV രാജൻ മാസ്റ്റർ, സീനിയർ പ്രസ് റിപ്പോർട്ടർ, നാഷണൽ അവാർഡ് വിന്നറായ ചാലക്കര പുരുഷു, സോഷ്യൽ വർക്കറും എഴുത്തുകാരിയുമായ രാജലക്ഷ്മി അവർകൾ, സോഷ്യൽ വർക്കറും ആയ ജസീമ മുസ്തഫ അവർകൾ, ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ജിഷി രാജേഷ് എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി പ്രകാശനത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള ബിന്ദു പത്മനാഭനെ ഞാൻ ഈ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്ന സദസ്സിലുള്ള എല്ലാ വ്യക്തികളെയും ഒന്നുകൂടി ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്ത് ഇന്നത്തെ ഒരു നല്ല സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മണ്ഡലം ഷീബ കൃഷ്ണകുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും
സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അതിന് മുൻപായി ഇന്നലെ പഹൽഗാമിൽ നടന്ന, കാശ്മീരിൽ വെച്ച് നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു നിമിഷം മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടക ഡോക്ടർ സുമിത നായർ, നമ്മുടെ പ്രിയപ്പെട്ട സുമിത ടീച്ചർ, ലോഗോ പ്രകാശനം ചെയ്യുന്ന ഡോക്ടർ വിചിത്ര മാം, മറ്റ് നിരവധി ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തികൾ, ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ കൂപ്പുകൈ. കലകൾ എന്നും നമുക്ക് സന്തോഷം തരുന്നതാണ്, അല്ലേ? കലകൾക്ക് ഒരുപാട് നിർവചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കരണങ്ങളുടെ ലയമാണ്, അങ്ങനെ അതിന് വളരെ മനോഹരമായ ഒരുപാട് നിർവചനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഏകാന്തമാകുന്ന വിഷത്തെ അമൃതാക്കിയും പാഴാകാശങ്ങളിൽ അലർവാടി കെട്ടിയും ലോകാനുഗ്രഹപരതയായ കലയെ നിന്നെ ഞാൻ വന്ദിക്കുന്നു എന്ന് കുമാരനാശാൻ പറഞ്ഞതാണ്. കാരണം കലകൾ മനുഷ്യൻ്റെ ഏകാന്തതയെ മാറ്റി മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്ത് നമുക്ക് വളരെയധികം സന്തോഷവും മാനസികവും ശാരീരികവുമായ ഊർജം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ പലതരത്തിലുള്ള കലകളെക്കുറിച്ച് നമുക്ക് അറിയാം. കലകളെ അതിൻ്റെ സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കി അതിൻ്റെ സ്വഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്കത് പലതരത്തിലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. സ്ക്രിപ്ചർ എന്ന അർത്ഥമുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ശാസ്ത്രീയം, ശാസ്ത്രോക്തം എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് ഇതിനെ ശാസ്ത്രീയ കലകൾ എന്ന് നമ്മൾ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയ കലകൾ എങ്ങനെയാണ് അതിനെ ശാസ്ത്രീയത എന്ന് പറയുന്നത്? അതിൻ്റെ പൂർവ്വകാല തത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, അതിൻ്റെ സൗന്ദര്യ മനോഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ കലാശൈലി, അതിൻ്റെ പ്രകടനങ്ങൾ എന്നിവയെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ശാസ്ത്രീയമായി തിരിച്ചിരിക്കുന്നത്. അങ്ങനെ കലകളെ കൊണ്ട് സമ്പുഷ്ടമായ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ മഹാരാജ്യത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 8 കലാരൂപങ്ങളിൽ ഒന്നാണ് കഥക് എന്ന് പറയുന്നത്. മറ്റ് നൃത്തരൂപങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം നമ്മൾ കേരളത്തിൽ സുലഭമായിട്ട്, കാരണം എല്ലാ നൃത്തവിദ്യാലയങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കഥക് എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. പ്രത്യേകിച്ച് തലശ്ശേരി, മാഹിയിലൊന്നും അങ്ങനെ നല്ല ഒരു ക്ലാസ് ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് ഇങ്ങനെ ഈ ഒരു ഉദ്യമത്തിന് ഒരു മുൻകൈയെടുത്ത് അതിനു വേണ്ടി ആ ഒരു കല അഭ്യസിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തീരുമാനിച്ച് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് സജന മാമിനെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. നമുക്ക് നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് മാഡത്തിനോട് ഇതിനുള്ള നന്ദി അറിയിക്കാം. കാരണം എനിക്ക് തോന്നിയിട്ടില്ല, ഞാനൊരു നൃത്താധ്യാപികയാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം, ഇപ്പോൾ തലശ്ശേരിയിലുള്ള അല്ലെങ്കിൽ മാഹിയിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉണ്ട്, ഭരതനാട്യം ഉണ്ട്, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഇന്നത്തെ തലമുറ, യുവതലമുറ എനിക്ക് തോന്നുന്നു, കാരണം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ്സാണ് കഥക്കിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്, അല്ലേ? കഥക്കിൽ കൂടുതൽ അങ്ങനെയാണ്. അപ്പോൾ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കുറച്ചും കൂടെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്, കാരണം മറ്റ് അതെ ചക്രാസ്, അതിൻ്റെ ചാരികൾ, ഭ്രമണങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടായിരിക്കണം അതിനെ കുറച്ചും കൂടി കുട്ടികൾ ഇന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇന്ന് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. ആർക്കും ഒരു സമയത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയം വളരെ കുറവാണ്. വളരെ ഇൻസ്റ്റൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നു പോകണം എന്നുള്ളത് കൊണ്ടായിരിക്കണം. ഇപ്പോൾ കുറേ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കഥക്ക് പഠിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും മാത്രമാണ് അറിയുന്നത്. അപ്പോൾ ഇത്രയും
കാരണം ഒരു പേരിൽ തന്നെയുണ്ട്, അഭിഭാഷകയാണ്. അപ്പോൾ പ്രൊഫഷനോടൊപ്പം തന്നെ ആ ഒരു പാഷൻ ഇത്രയും വർഷമായിട്ട്, മേഡം 20 വർഷമായിട്ട് നൃത്തം അഭ്യസിക്കുന്നുണ്ട്, നൃത്തം പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു തൻ്റെ ജോലിയോടൊപ്പം, തൻ്റെ പ്രൊഫഷനോടൊപ്പം ആ ഒരു പാഷൻ കൂടി ഇത്രയും വർഷമായിട്ട് ഒരേ രീതിയിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇത്രയും നിരന്തരമായിട്ടുള്ള കഠിന പ്രയത്നം നടത്തുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ അത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കണം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനും അത് ഞാൻ പഠിച്ച ഒരു കാര്യം കുട്ടികളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അതിൽ ആ കഥക് ആർട്ട് ഫോമിനോട് ഇഷ്ടമുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് മാഡം തീരുമാനിക്കാനുണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കൊരു നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ മഴയുടെ തീരങ്ങളിലും തലശ്ശേരിയുടെ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ നിരവധി കുട്ടികൾക്ക് ഈ ഒരു കഥക് എന്ന് പറയുന്ന ആർട്ട് ഫോം പഠിക്കാൻ സാധിക്കട്ടെ. അതിന് ഒരുപാട് കുട്ടികളും മുതിർന്നവരും എല്ലാം ഇവിടെ സന്നിഹിതരാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുമിത ടീച്ചറെ കൂടെ അഡ്വക്കേറ്റ് സജ്ന മാമിനെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ചടങ്ങിൻ്റെ അധ്യക്ഷ കലാമണ്ഡലം ഡോക്ടർ ഷീബ കൃഷ്ണകുമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമുഖ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട കലാസ്നേഹികളെ, കലാകാരികളെ, സാമൂഹിക പ്രവർത്തന രംഗത്ത് മികച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. നേരത്തെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ മയ്യഴി പുഴയുടെ തീരത്ത്, മയ്യഴിയുടെ നാട്ടിൽ സാംസ്കാരിക പൈതൃകം മികച്ചു നിൽക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന ഈ ഒരു നാട്ടിൽ കഥക്കിനൊരു കലാകേന്ദ്രം ഉണ്ടാവുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഭാരതീയ നാട്യ നൃത്ത രംഗത്ത് മികച്ചു നിൽക്കുന്ന 8 നൃത്തരൂപങ്ങളിൽ ഒന്നാണ് കഥക്. നമുക്കറിയാം, ഇതര നാട്യനൃത്ത രൂപങ്ങൾ ഭാരതത്തിലുടനീളം, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ പ്രാമുഖ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. കഥക്കിനും ഒഡീസിക്കും മാത്രമാണ് ഇവിടെ വലിയ വേദികളില്ലാത്തത്. ഇന്ന് ഇതാ ഈ മയ്യഴിയിൽ കഥക്കിനായിട്ട് ഒരു കലാകേന്ദ്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ കലകളുടെയും ലക്ഷ്യം മനസ്സംസ്കരണം തന്നെയാണ്, യാതൊരു സംശയവുമില്ല, നമുക്കറിയുന്ന കാര്യമാണ്. നേരത്തെ പ്രാർത്ഥനാ ഗീതം പാടിയ അവരുടെ ആ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇരുട്ടിനെ നീക്കി പുറത്തേക്ക് വരാനുള്ള ഒരു വെളിച്ചമായി മാറട്ടെ എന്നാണ് പ്രാർത്ഥനയിൽ പറഞ്ഞത്. ആ ഇരുട്ടിനെ നീക്കി പുറത്തേക്ക് വരാനുള്ള വെളിച്ചമായിട്ടാണ് ഈ കലാകേന്ദ്രം മാറുന്നത് എന്നുള്ള സന്തോഷം കൂടെ ഞാൻ അറിയിക്കുകയാണ്. കാരണം ഗുരു എന്ന പദത്തിൻ്റെ അർത്ഥം ഗു എന്ന അന്ധകാരത്തെ രോധിക്കുന്നവനാണ് ഗുരു. നമ്മുടെ വഴി വെളിച്ചമായി, നമുക്കുള്ള പന്ഥാവിൽ വഴികാട്ടിയായി നമ്മോടൊപ്പം നിൽക്കുന്ന ആളെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അത് കേവലം ഒരു അധ്യാപകനല്ല,
അധ്യാപകനിൽ നിന്ന് ഗുരുവിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. അങ്ങനെ ഒരു ഗുരുവായി തീരാൻ തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് സജ്നയ്ക്ക് സാധിക്കട്ടെ എന്ന് അങ്ങേയറ്റം ആഗ്രഹത്തോടുകൂടെ ഞാൻ പറയാണ്. നമ്മുടെ നൃത്ത കലാരംഗത്ത് നൃത്തത്തിൻ്റെ ചരിത്രം ചികഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് നൃത്തത്തിന്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ പഠിച്ചിട്ടുണ്ട്, വേട്ടയാടി വയറ് നിറച്ച മനുഷ്യൻ തീക്ക് ചുറ്റും ചുമലൊത്ത് നിന്ന് വട്ടമിട്ട് നിന്ന് അവൻ്റെ സന്തോഷവും സന്താപവും പ്രകടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്. എന്ത് കിട്ടിയാലും നായാട്ടിൽ നടന്ന് കിട്ടുന്ന മൃഗങ്ങളെ അതിനെ കൊന്നു തിന്ന് അവൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് തീ കൂട്ടി നിന്ന് ചുറ്റും ചില ചുവടുകൾ വെച്ചാണ്. ഇതേ ചുവടുകൾ തന്നെയാണ് ശാസ്ത്രീയമായി പരിഷ്കരിക്കപ്പെടുമ്പോൾ ഇന്നത്തെ ശാസ്ത്രീയ നൃത്തങ്ങളായിട്ട് മാറുന്നത്. കഥക് നൃത്തത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ പറഞ്ഞു. ശിവ ടീച്ചർ പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ ചലനാത്മകമാണ്. ഇന്നത്തെ കാലത്തെ പുതിയ അഭിരുചിക്കനുസരിച്ച് തീർച്ചയായും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നൃത്തരൂപമാണ് കഥക്. പഴയ കാലത്ത് പറയാറുണ്ട്, സാധാരണ സംഗീതവും നൃത്തവും ആസ്വദിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു അത്രേ പണ്ട്. ഇന്ന് സംഗീതവും നൃത്തവും ആസ്വദിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാലോ നമ്മുടെ പുതിയ തലമുറ എങ്ങനെയാണ് ഈ നൃത്തത്തെ കൈകാര്യം ചെയ്യുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായി തന്നെ ശാസ്ത്രീയ കലകളിൽ എങ്ങനെയാണ് നൃത്തത്തെ സംവേദനം ചെയ്യപ്പെടുന്നത്, നൃത്തത്തെ ഉൾക്കൊള്ളുന്നത് എന്ന് കഥക് എന്ന നൃത്തരൂപം നമുക്ക് കാണിച്ചു തരും. കഥക്കിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഒരിടക്ക് കഥക്കിനെ കുറിച്ച് അറിയാത്തവർ, കഥക് എന്ന നൃത്തരൂപത്തെ ഉൾക്കൊള്ളാത്ത ഒരു വിഭാഗം ആൾക്കാർ കഥക്കിനെ കുറിച്ച് പറഞ്ഞ ഒരു പരാതി എന്താണെന്നറിയോ? കഥക്കില് മുഖത്ത് സൂക്ഷ്മാഭിനയമില്ല എന്നാണ്. ഭാരതീയ നൃത്തരൂപത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വിദേശ നൃത്തങ്ങൾ അനാട്ടമി, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ ക്ലാസിക് നൃത്തരൂപങ്ങൾ മുഖാഭിനയത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സൂക്ഷ്മാഭിനയത്തിനും മുഖാഭിനയത്തിനും പ്രാധാന്യം കൊടുത്തത് കണ്ടുകൊണ്ട് വളർന്ന ഒരു ഇന്ത്യൻ ജനത കഥക്കിനെ കാണുമ്പോൾ പറയുന്ന ഒരു ചെറിയ പരാതി എന്ന് പറയുന്നത് മുഖാഭിനയത്തിനും സൂക്ഷ്മാഭിനയത്തിനും വലിയ പ്രാധാന്യമില്ലല്ലോ എന്നാണ്. അത് കഥക്കിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. കാരണം ഓരോ നൃത്തരൂപവും ഉണ്ടാക്കപ്പെടുന്നത് അവിടുത്തെ എവിടെയാണോ ആ നൃത്തരൂപം ഉത്ഭവിച്ചത് ആ സാംസ്കാരിക പൈതൃകത്തിനനുസരിച്ചായിരിക്കും നൃത്തം ഉദ്ഭുതമാവുന്നത്. അപ്പോൾ കഥക്ക് എന്നുള്ള നൃത്തരൂപം ഉത്തർപ്രദേശിലെ ആ ഭാഗങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. കഥക് നൃത്തരൂപം ഉണ്ടായിട്ടുള്ളത് മുഖാഭിനയത്തെ വിസ്തരിക്കാനല്ല. ആ നൃത്തരൂപം ഉണ്ടായിട്ടുള്ളത് ദ്രുതഗതിയിലുള്ള പാദചലനങ്ങളിൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ആ പ്രാമുഖ്യം കൊടുക്കുക, പാദചലനങ്ങളിൽ വ്യത്യസ്തത വരുത്തുക, കൃത്യമായ താളചലനങ്ങളോടുകൂടി ഭ്രമണചാരികളിലോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് കഥക്കിൻ്റെ പ്രാധാന്യം. ആ പ്രാധാന്യത്തോടു കൂടിയാണ് കഥക്കിനെ കാണേണ്ടത്. അല്ലാതെ മുഖാഭിനയം ഇല്ല എന്നുള്ള ഒരു ന്യൂനതയല്ല പറയേണ്ടത്. മുഖാഭിനയം ആയാൽ അത് കഥക്കല്ലാതായി മാറും. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള അഭിനയവിധങ്ങളും ആ ഒരു സ്വഭാവവും മുഖത്ത് വരുത്തുക എന്നല്ലാതെ ഭരതനാട്യം, മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും കഥകളിയും ചെയ്യുന്നത് പോലുള്ള സൂക്ഷ്മാഭിനയങ്ങളൊന്നും കഥക്കിന് ആവശ്യമില്ല. ഇപ്പം കഥക്കിന് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ലക്നൗ ഘരാന, ഇല്ല ടീച്ചറെ, 2 തരം ഘരാനകളുണ്ട്. ജയ്പൂർ, ലക്നൗ അല്ലേ, ജയ്പൂർ ഘരാന, ലക്നൗ ഘരാന എന്നൊക്കെ തുടങ്ങിയ പല വിധത്തിലുള്ള ഘരാന രൂപങ്ങളുണ്ട്. പലതും വ്യത്യസ്തമായ ശിവനെയും കൃഷ്ണനെയും ഒക്കെ ആരാധിച്ചുകൊണ്ടുള്ള നൃത്തരൂപ സവിശേഷതകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഓരോ നാടിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ചാണ് അതത് സ്ഥലത്ത് ഈ നൃത്തരൂപം പ്രത്യക്ഷപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ഭാഷ എങ്ങനെയല്ലേ? കണ്ണൂർ ഭാഷയാണോ കോഴിക്കോടുള്ളത്? ആ ഭാഷയല്ലല്ലോ തൃശ്ശൂരും തിരുവനന്തപുരത്തും ഉള്ളത്. ഇതൊക്കെ മലയാളം തന്നെയല്ലേ? പക്ഷേ ബഷീറിയൻ ഭാഷ എന്ന് പറയുന്ന ബഷീറിൻ്റെ ഭാഷ മികച്ചു നിൽക്കുന്ന, അത് അങ്ങനെയാണ്. എൻ്റെ ഉപ്പാവുക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടത് എൻ്റെ ഉപ്പുപ്പായിക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോയില്ലേ, അവിടെ ബഷീർ മരിച്ചു. അതുപോലെയാണ് നൃത്തരൂപങ്ങളുടെ പ്രത്യേകത. കഥക്ക് കഥക്കായി നിലനിൽക്കുന്നതും ഭരതനാട്യം ഭരതനാട്യമായി നിലനിർത്തുന്നതും ഒക്കെ അതിൻ്റെ സവിശേഷതകൾ കൊണ്ടാണ്. തീർച്ചയായും
ഇവിടെ ഈ നാട്ടിൽ ആ സവിശേഷത എന്താണ് എന്ന് ഉറപ്പിക്കാൻ, നിങ്ങളിൽ എത്തിക്കാനാണ്, സംവേദനം ചെയ്യാനാണ് സജ്നെ പോലുള്ള ഏറ്റവും കലയെ സ്നേഹിക്കുന്ന മഹത് വ്യക്തികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് അങ്ങേയറ്റം സന്തോഷത്തോടുകൂടെ നിങ്ങൾ സ്വീകരിക്കുക, അങ്ങേയറ്റം സന്തോഷത്തോടുകൂടെ നിങ്ങൾ അതിനനുസരിച്ച് പാഠ്യപദ്ധതിയിൽ ചേർന്നുകൊണ്ട് അവരോടൊപ്പം പഠിക്കാൻ തീരുമാനിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ മാറ്റേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംരംഭം വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരാൻ പോലും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്നറിയോ? നമ്മുടെ ഒരു തലമുറയിലേക്ക് നാട്യങ്ങളെ വേണ്ട വിധത്തിൽ സംവേദനം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ്. നമ്മളെപ്പോഴും കലോത്സവ വേദികളിൽ നൃത്തവും നാട്യവും കണ്ട ഒരു ശീലമാണ് പലപ്പോഴും ഉള്ളത്. കലോത്സവമൊന്നും അല്ല കലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, മനസ്സംസ്കരണമാണ് കലയുടെ ലക്ഷ്യം. അതിന് കലോത്സവത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. പക്ഷേ കലോത്സവങ്ങൾ ഒരു സമൂഹത്തിൽ നൃത്തം എന്താണ് എന്ന് പഠിക്കാനുള്ള ഒരു അടിസ്ഥാന തലമായി മാറുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, ഞങ്ങളൊക്കെ കലോത്സവത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്, സമ്മാനം നേടിയ ആൾക്കാരാണ്, അതുകൊണ്ട് കുറ്റം പറയുകയല്ല. പക്ഷേ നൃത്തം എന്നുള്ളത് കലോത്സവത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കുക. സ്വാഭാവികമായിട്ടും ഇത്തരം കലോത്സവങ്ങൾ കണ്ട് ശീലമുള്ള ഒരു തലമുറ യഥാർത്ഥ നൃത്തത്തിൻ്റെ സാങ്കേതികാംശത്തെ തീർത്തും മറന്നുപോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും പല കുട്ടികളോടും ഏത് വർണ്ണ ചെയ്യുന്നത്, ഏത് പദമാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുട്ടികൾ പറയാം ആ രാമൻ്റെ വർണ്ണം, ആ കൃഷ്ണൻ്റെ വർണ്ണം, അതേസമയം കല്യാണി വർണ്ണമാണ്, അത് ഖരേരപ്രിയ വർണ്ണമാണ് എന്ന് രാഗത്തിൻ്റെ പേരടക്കം പറയാനുള്ള ഒരു ത്രാണി പുതിയ കുട്ടികൾക്കില്ല. അത് ഏത് കുട്ടിയായാലും കലോത്സവത്തിന് പങ്കെടുക്കുന്ന കുട്ടിക്ക് രാഗവും അറിയില്ല, താളവും അറിയില്ല, ഒന്നും അറിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അവൻ ശരിക്കും ആ കലയിലേക്ക് ഉൾച്ചേർന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നമ്മുടെ ഇത്തരം എല്ലാ നാട്യ സെൻറ്ററുകളും ഇതുപോലുള്ള നാട്യകേന്ദ്രങ്ങളും അതിൻ്റെ അടിസ്ഥാനപരമായ തലങ്ങളിൽ നിന്ന് തുടങ്ങാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. തീർച്ചയായിട്ടും സജ്ന ടീച്ചറെ പോലുള്ളവർ അതിന് ശ്രമിക്കും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ഈ വേദിയിൽ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, രണ്ട് തരത്തിലാണ് ഈ ഒരു സംരംഭത്തെ കാണുന്നത്. ഒന്ന്, കലയ്ക്ക് വേണ്ടി പ്രൊഫഷണൽ ജീവിതത്തോടൊപ്പം എങ്ങനെ കലയെ കൊണ്ടുപോകാം, കലയ്ക്ക് വേണ്ടി ജീവിതം ത്യജിക്കുന്ന ഒരു മഹത് വ്യക്തി. മറ്റൊന്ന്, സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെ ഒരു കൂട്ടായ്മ. അതും കൂടെ ഞാൻ കാണുന്നുണ്ട്. എത്ര വിവിധ ശ്രേണിയിൽ വർത്തിക്കുന്ന സ്ത്രീകളെ എല്ലാം കൂടെ ഒത്തുചേർത്തുകൊണ്ടാണ് ഇവിടെ ഒരു രംഗം, ഒരു നാട്യഗൃഹം സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ സജ്ന ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിൽ ഈ ഭാഗത്തൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം കേട്ടോ, ഇവിടെ നിന്ന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള അവരുടെ ഒരു മനസ്സുണ്ടല്ലോ, അതിന് വളരെയധികം നന്ദിയും നമസ്കാരവും പറയുന്നു ടീച്ചറെ. കാരണം സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതിനേക്കാളും ഒരു കല എന്ന് പറയുന്നത് എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതാണ് എന്ന് അവർ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും അതിൻ്റെ ഏറ്റവും വലിയ മനസ്സും അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരുമാതിരി ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ മയക്കുമരുന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ കലയിൽ ഉൾച്ചേർന്ന കുട്ടികൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എവിടെയും ഒരു നന്മ ചെയ്യാനുള്ള ഒരു മനസ്സ് കലയുമായി നൃത്തവുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ, നൃത്തമായാലും സംഗീതമായാലും അതുമായി ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മയ്യഴി അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ഇൻ കേസ് ട്രെയിനിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ വരുമ്പോൾ മയ്യഴി അങ്ങനെയുള്ള ഒരു പേര് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലായിരിക്കും. അതുപോലെ ആ മാഹീനെ കുറേ, ഞാനിവിടെ തന്നെ ജനിച്ചു വളർന്ന കുട്ടിയാണ്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു എന്നെ.
ജാനകി ടീച്ചറാണ് എൻ്റെ അമ്മ. ആ സമയം ആ ഒരു ഞാൻ ഉണ്ടായ ആ പീരീഡെല്ലാം വന്ന് ഭയങ്കര ഒരു കൾച്ചറൽ യൂണിറ്റി ഉള്ള ഒരു സമയമായിരുന്നു. പിന്നീട് എന്തായെന്ന് അറിയില്ല, കുറച്ച് അതിനിങ്ങനെ കുറേ ഇൻവേഡേഴ്സ് വന്ന പോലെയായി. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട്, ഞാനും രാജീവ് മാഷെല്ലാം ചേർന്നിട്ട് മാഹീനെ ഒരു കൾച്ചറൽ ഹബ്ബാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുമ്പോഴാണ് ഞാൻ സജ്നയെ പരിചയപ്പെടുന്നത്. അഡ്വക്കേറ്റ് സജ്ന മാഡം. നല്ല പാഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കും എന്താ ഒരു അഡ്വക്കേറ്റില്ലേ, എന്തിനാണ് ഇവർ ഈ ഡാൻസിൽ വരുന്നത്. ആക്ച്വലി ഐ ഡോണ്ട് നോ ദാറ്റ് ഷീ ഈസ് എ ഡാൻസർ. അവരെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നെയും എല്ലാത്തിലും വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യണം, എന്നെ അങ്ങനെ ചെയ്യണം പറയുമ്പോൾ ഐ നോട്ടഡ് ദാറ്റ് അവർക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റ് ഡാൻസ് പ്രസൻറ്റേഷനിൽ ടു പെർഫോം, ആ പെർഫോമൻസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഐ കെയിം ടു സജ്ന. അതിനുശേഷമുള്ള ഞങ്ങളുടെ പെർഫോമൻസിലെല്ലാത്തിലും ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഷീ ഓൾസോ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവരുടെ ഒരു പെർഫോമൻസ് ഞാൻ കാണാൻ ഇടയായി അവിടെ നമ്മുടെ മയ്യഴി ഉത്സവത്തിൽ. ആ മയ്യഴി ഉത്സവം വന്നതിന് ശേഷം മാഹിയിൽ ഫുൾ ആ കൾച്ചറൽ ആക്ടിവിറ്റീസ് നിറയെ ഉണ്ടായിന്ന് എനിക്ക് ന്യൂസാണ്, ഞാനിവിടെ ഇല്ല. പക്ഷേ എല്ലാവരും ആ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ടെന്ന് മനസ്സിലായതിന് ശേഷം ഈ ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലല്ല, എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ആക്ച്വലി ഇപ്പോൾ എക്സാമിൻ്റെ ടൈമൊക്കെയാണ്, യൂണിവേഴ്സിറ്റി എക്സാംസ് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് വരാനേ പറ്റില്ലായിരുന്നു. എന്നാലും എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടായ ഒരു വ്യക്തിക്ക് എൻ്റെ ഫുൾ സപ്പോർട്ടും ഞാൻ കൊടുക്കണം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഭയങ്കര ആഗ്രഹമാണ് മാഹി ഒരു കൾച്ചറൽ ഹബ്ബാക്കണം എന്നുള്ളത്. അതായിരുന്നു. പിന്നെ ഞാനില്ല, എനിക്കറിയില്ല അതിനുശേഷം എങ്ങനെയാണ് ഉള്ളതെന്ന്, ആ ഒരു ഹിസ്റ്ററി എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഐ ബിക്കം ഒരു കോളേജിൻ്റെ ഹെഡായതിന് ശേഷവും പിന്നെ മിനിസ്റ്ററും ഡയറക്ടറും സെക്രട്ടറീസും ഒക്കെ പോണ്ടിച്ചേരി ഗവൺമെൻറ്റിൻ്റെ അവരൊക്കെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുന്നതുകൊണ്ട് എനിക്കത് മാഹിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായി. അതിനുശേഷമാണ് ഞാൻ ഈ പ്രോഗ്രാംസ് എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത്. അതുവരെയുള്ള ആ ഫണ്ടാണ് മെയിനായിട്ട് ആലോചിച്ചത്. ആ ഫണ്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ഇവിടെ 38-40 ആർട്ടിസ്റ്റ് ഗ്രൂപ്പുണ്ട്. അത് തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അടുത്ത് സംസാരിക്കുമ്പോഴാണ് സാർ പറഞ്ഞത് എവിടെ നോക്കിയാലും ചലങ്ക സൗണ്ടും പിന്നെ പാട്ട് കച്ചേരിയും അതും ഇതൊക്കെ തന്നെ മാഹി മാഷ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഫുള്ള് മാഹിയിലും ഒരു 5-6 ദിവസത്തേക്ക് ഇതന്നെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ഒരു സ്കൂൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്താ മനസ്സിലായതെന്ന് പറഞ്ഞാൽ you will be very successful in your profession and also in this art form. എന്താ വെച്ചാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ ഒരു സപ്പോർട്ട്. യുവർ ഹസ്ബൻഡ് ഈസ് സപ്പോർട്ടിങ് സോ മച്ച്. അത് മാത്രമല്ല എന്തുണ്ടെങ്കിലും ഹീസ് സ്മൈലിങ്. എന്നെ കണ്ടാലൊന്നും ചിരിക്കാറുണ്ടായിരുന്നില്ല, ഇപ്പം എന്താ അറിയില്ല, എന്നെ കണ്ട ഉടനെ എന്നെ വെൽക്കം ചെയ്തു. നമുക്ക് ആദ്യമായിട്ട് അറിയാം, പക്ഷേ ഈ ഒരു ലൈനിൽ നമ്മൾ വി ആർ നോട്ട് കണക്റ്റഡ്, സോറി, ഞാൻ ഒന്ന് ഇത് വിചാരിക്കരുത്. അങ്ങനെ അവർ കണക്റ്റായി. പിന്നെ ബ്യൂട്ടിഫുൾ ലേഡീസ് ആർ ദെയർ. ഈ ലേഡീസൊക്കെ കഥക്ക് പഠിക്കണം. ഇപ്പോൾ കയറി വരുമ്പോൾ ഐ മെറ്റ് 1 person, ഷീ സെഡ് ദാറ്റ് ഷീസ് എ പോലീസ് വന്ന് പഠിക്കില്ല, അയ്യോ ഞങ്ങൾക്കൊന്നും കഥക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയില്ല, വയസ്സായി എല്ലാം ഇല്ല, വയസ്സാകില്ല. ഡാൻസ് പഠിച്ചാൽ മനസ്സിനാണ് സമാധാനം. ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടാവും, മെൻ്റൽ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവും ഒരു ഡാൻസറിന്. പക്ഷേ നമ്മുടെ ഒരു മൈൻഡ് അതിൻ്റെ കൂടെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്കൊരു മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. ആ സാറ്റിസ്ഫാക്ഷൻ ദിസ് വിൽ ബി ഗിവിങ് ബൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ യു. എന്താ വെച്ചാൽ ഇതിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഫുഡ് വർക്കാണ്, നിറയെ ഫുഡ് വർക്ക്സാണ്. ഫുഡ് വർക്ക്സിൽ താളം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, കണക്കാണ്, മാത്സാണ്. അപ്പോൾ ആ മാത്സ് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ യു വിൽ ഫോർഗെറ്റ് എവറിത്തിങ്. ഒന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ ചാൻസസ് ഇല്ല ഇൻ കേസ് യു ആർ ലേണിംഗ് കഥക് മട്ടുമില്ല. മാത്രമല്ല ഞാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നുകൊണ്ട് കുറേ തമിഴാണ് വരുന്നത്, സോറി. അതുകൊണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരണം, എല്ലാവരും പഠിക്കണം. കഥക്ക് എന്ന് പറഞ്ഞാൽ അറിയാവോ എല്ലാവർക്കും?
തിയറിറ്റിക്കലായിട്ടൊന്നും പഠിക്കണമെന്നില്ല, മൂവ്മെൻറ്റ്സ് പഠിച്ചാൽ മതി. അതിൻ്റെ കോസ്റ്റ്യൂംസ് അത് മുഗൾ എന്താ ഡൈനാസ്റ്റിയോടെ ഒരു ആദ്യം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. പിന്നെ അത് മാറി അതിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം ചേഞ്ചായി. അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല അതിൻ്റെ ആ ഫുഡ് വർക്ക്സ് ഞാൻ ഇന്ന് സജ്ന മാഡമിനോട് പറഞ്ഞിരുന്നു ഒന്ന് കളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഷീസ് ഇൻ സാരി, ഷീ സെഡ് ഷീ കനോട്ട് ഡു. ഒരു പ്രാവശ്യം ഒരു ഡെമോൺസ്ട്രേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ഒരു ഇത്രയും ആൾക്കാരുടെ ഇത്രയും പാരൻസ് ആയിരിക്കും, ഇത്രയും പാരൻസിൻ്റെ ചിൽഡ്രൻസോ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ ആരെങ്കിലും ഒക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ നല്ല വലിയ ഒരു ഇതിൻ്റെ നിറയെ ബ്രാഞ്ചസ് കുറേ സ്ഥലത്തൊക്കെ വരുന്ന പോലെ നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണം നമ്മുടെ സജ്ന മാഡമിനെ. പിന്നെ പോരാതെ ഗവൺമെൻറ് ഈസ് ഗിവിങ് സോ മച്ച് ഓഫ് ഫണ്ട് ഫോർ ദ ടു ബിൽഡ് ദ ആർട്ട് ഫോം. അങ്ങനെയുള്ള ആ ഫണ്ട്സൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പോണ്ടിച്ചേരി ഗവൺമെൻറ്, നമുക്ക് കേരളത്തിലിപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ കേരളത്തിലുള്ള ഒരു ഇതല്ല നമ്മുടേത്. പോണ്ടിച്ചേരി ഗവൺമെൻറ് ഈസ് ഗിവിങ് സോ മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ഫോർ ദിസ് ആർട്ട് ഫോം. ആ ആർട്ട് ഫോമിന് MHRD ഫണ്ട്സ് ആർ ദെയർ, ഈവൻ സൗത്ത് സോൺ കൾച്ചറൽ സെൻറ്ററോടെ ഫണ്ട്സ് ഉണ്ട്, പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ട്സ് ഉണ്ട്. ഇഫ് യു ആർ ഗിവിങ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മോർ ദൻ 1 year, they will be giving to maintain so much of fund they are giving in South Zone Cultural Center. Even though you are a private, you have to maintain all the funds. ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് you will get so much of funds from the government itself to run an institution like this. So ഇതിന് എന്നെ I take this opportunity to thank you for inviting me. അത്രയും ദൂരത്തു നിന്ന് വന്നിട്ടും എനിക്ക് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഇതിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. ഈവൻ സജ്ന മാഡമെ ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ഗ്രൂപ്പിൽ I was greeting her today morning that other than her profession, ഇത് ഈ ഒരു ഡാൻസറാ അവരിങ്ങനെ പുറത്തേക്ക് വരുന്നത്. ദിസ് വിൽ ഗിവ് ഹർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് ഞാൻ നമസ്കാരം പറയുന്നു. എന്നെയും ഇൻവൈറ്റ് ചെയ്തതിന് ഐ താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും എൻ്റെ താങ്ക് യു. താങ്ക് യു മാഡം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് സജ്ന വക്കീലിനോട് പ്രത്യേകം നന്ദി എന്ന് പറയുന്നു. അതുപോലെ വ്യത്യസ്ത ദ്രവങ്ങളിലുള്ള പല വ്യക്തികളെയും മഹത് വ്യക്തികളെയും ഒരേ വേദിയിൽ വെച്ച് ഒരേ കുടക്കീഴിൽ കാണാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നു. ഇപ്പോഴത്തെ യുവതയുടെ പല യാത്രകളും കലയോടും സാഹിത്യത്തോടും സ്പോർട്സിനോടുമുള്ള ഇഷ്ടങ്ങൾ കുറയുകയും ലഹരിയോടും റീൽസിനോടും വ്ളോഗിങ്ങിലൂടെയുള്ള താല്പര്യങ്ങൾ കൂടുകയും ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊരു ഉദ്യമത്തിലൂടെ യുവതയെ ഉണർത്തുപാട്ടേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ സജ്ന വക്കീലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുകൂടാതെ ഈ ശിവാംഗി എന്ന ഈ മഹത് സംരംഭത്തെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. വളരെ സന്തോഷമുണ്ട്. മയ്യഴിയിലെ ദേവാംശമുള്ള ഒരു ക്ലാസിക്കൽ നൃത്ത രൂപത്തിന്, അങ്ങനെയുള്ളൊരു പഠന കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ സന്നിഹിതനാവാൻ സാധിച്ചതിൽ, ഭാരതമെന്ന് പറഞ്ഞാൽ അത് ഭാവ രാഗ താള ലയങ്ങളുടെ ഒരു സമന്വയമാണ്. ഒരാഴ്ച മുമ്പ് യുനെസ്കോ അതിൻ്റെ വേൾഡ് മെമ്മറി ഓഫ് രജിസ്റ്ററിൽ സ്ഥാനം കൊടുത്ത ഒരു ഗ്രന്ഥമുണ്ട്. അത് ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ്. വൈദിക കാലത്ത് രചിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നാട്യശാസ്ത്രത്തെ ലോകം അംഗീകരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. എന്നാൽ അതിനു മുന്നേ ലോകത്തിന് നൃത്തം പഠിപ്പിച്ച ഒരു പൈതൃകത്തിൻ്റെ ഉടമകളാണ് നമ്മൾ എന്നതാണ് വസ്തുത. BC ക്രിസ്തുവിന് ഏതാണ്ട് 5000 വർഷങ്ങൾക്കും 15,000 വർഷങ്ങൾക്കും അപ്പുറം ഉണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്ന വേദങ്ങളുണ്ടല്ലോ, ചതുർവേദങ്ങൾ.
ആ വേദങ്ങൾക്ക് 4 ഉപവേദങ്ങളുണ്ട്. ആ ഉപവേദങ്ങളിൽ ഒന്ന് സ്ഥാപത്യവേദമാണ്. സ്ഥാപത്യവേദം വാസ്തുപരമായ കാര്യങ്ങൾ പ്രതിപാദിക്കുമ്പോൾ ആയുർവേദം ആരോഗ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ധനുർവേദം ശാസ്ത്രാസ്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പക്ഷേ ഗന്ധർവവേദം എന്ന് പറയുന്ന ഉപവേദമുണ്ടല്ലോ, അത് നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്നതാണ്. ഏത് കാലഘട്ടത്തിൽ? ക്രിസ്തു ജനിക്കുന്നതിന് 15,000 വർഷങ്ങൾക്ക് അപ്പുറമേ ഭാരതത്തിൻ്റെ ഈ ഒരു ദാർശനികത, ഈ ഒരു വേദാംശം ലോകത്തെ നൃത്തവും സംഗീതവും പഠിപ്പിച്ചിരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് കലയുടെയും സംസ്കാരത്തിൻ്റെയും സംസ്കൃതിയുടെയും ഒക്കെ ഒരു പൈതൃകമായ അവകാശം പേറുന്നവരാണ് ഭാരതീയർ. ആ ഒരു പൈതൃകത്തിൻ്റെ ഒരു നിതാന്ത ദർശനം നമുക്കിവിടെ മാഹിയിലേക്കും പരിചയപ്പെടുത്തി തന്ന അഡ്വക്കേറ്റ് സജ്ന, അവർ കുടുംബപരമായ പ്രതിബദ്ധതയ്ക്കിടയിലും സാമൂഹിക പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് തൻ്റെ അഭിഭാഷക വൃത്തിക്കിടയിൽ ഇങ്ങനെ ഒരു കലാരൂപം അഭ്യസിപ്പിക്കുവാൻ സന്നദ്ധതയായതിൽ അവരെ നമുക്ക് മുക്തകണ്ഠം അഭിനന്ദിക്കാം, പ്രശംസിക്കാം. ഡോക്ടർ സുമിത നായരെ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. ഒരുപാട് വേദികളിൽ അവരുമായിട്ട് വേദി പങ്കിടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, എൻ്റെ നർമ്മദ്യുതി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഡോക്ടർ സുമിത നായരാണ് എന്നുകൂടി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആശംസ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു നർത്തന പഠനശാല അത് ഉത്തരോത്തരം വളരട്ടെ, അത് മാഹിക്കാർക്കും ചുറ്റുമുള്ളവർക്കും പ്രയോജനകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ആശംസകൾ ഇവിടെ അവസാനിപ്പിക്കും. താങ്ക് യു. സി വി രാജൻ, പെരിങ്ങാടി. വളരെ നല്ല ഒരു സംരംഭമാണ്. മയ്യഴിയിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു കുന്നിൻ മുകളിൽ ആയിരക്കണക്കിന് ആളുകൾ നിത്യേന വന്നു ചേരുന്ന ഒരിടത്ത് ഇതുപോലുള്ള കലയുടെ ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒരു കലാപഠന കേന്ദ്രം തുടങ്ങുന്നത് കലയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇവിടെ വേദിയിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, പിറവി കൊണ്ട് തന്നെ ജനിതകമായി തന്നെ തങ്ങളുടെ ഓരോ ജീനിലും കലകളുടെ സകലമാന ഭാവങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ആളുകളാണ്, മഹാരഥന്മാരായിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അവർ ഏറെ കാര്യം നമ്മോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് അഡ്വക്കേറ്റ് സജിനിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഒട്ടേറെ കേസുകെട്ടുകൾക്കിടയിൽ, നൂലാമാലകൾക്കിടയിൽ വരയുമ്പോഴും എങ്ങനെ ആ മനസ്സിൽ, ഈ നിർമ്മലമായിരിക്കുന്ന ഒരു മനസ്സിൽ മാത്രം ഉരുവം പ്രാപിക്കേണ്ടുന്ന ഈ കല എങ്ങനെ വളർന്നു വന്നു എന്നുള്ളതാണ്. മോഹിനിയാട്ടവും അതേപോലെ തന്നെ ഭരതനാട്യവും ഏറെ വർഷങ്ങളോളം അഭ്യസിച്ചിട്ടുള്ള അവർക്ക് എങ്ങനെ ഒരു പുതിയ ചുവടുമാറ്റം ഉണ്ടായി എന്നുള്ളതും ഒരു അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ്. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടതുപോലെ ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ രാജസ്ഥാനിലുമൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിറവിയെടുത്ത ഒരു കല, പിന്നീട് മുഹമ്മദ് ഗസ്നിയുടെയും മുഹമ്മദ് ഗോറിയുടെയും എല്ലാം ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ആക്രമണകാരികളായിരിക്കുന്ന പടയാളികളുടെ മനസ്സിനെപ്പോലും പിടിച്ചു നിർത്താൻ കഴിയാവുന്ന രൂപത്തിൽ അത്രയും ഹൃദയാദ്രമായിരിക്കുന്ന ഒരു കലയായി ഈ കഥക്ക് മാറുന്ന ഒരു ഘട്ടത്തിലാണ് അത് മുഗൾ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്ക്, രാജാങ്കണങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുന്നത്. പിന്നീട് കുറേയധികം മാറ്റങ്ങളുണ്ടായി. കാരണം നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ കൃഷ്ണഗീതങ്ങളാണ് ഏറെയും ഈ കഥക്ക് എന്ന് പറയുന്നത് തന്നെ കഥയുടെ ആട്ടമാണ്. നമ്മുടെ കഥകളി പോലെ തന്നെ കഥ പറഞ്ഞുകൊണ്ടുള്ള ആട്ടമാണ് കഥക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഭക്തി സംവത്സിതമായിരിക്കുന്ന ഒരു കലാരൂപം പിന്നീട് മുഗൾ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതിൽ പേർഷ്യൻ സംസ്കൃതിയുടെ അംശങ്ങൾ കൂടി സ്വാഭാവികമായും കടന്നുകൂടുകയാണ് ഉണ്ടായത്. കാരണം ഒരു നൃത്തത്തിൻ്റെ അവതരണ ഘട്ടത്തിൽ നമസ്കാരത്തിന് പകരം സലാം എന്ന രൂപത്തിലുള്ളൊരു അഭിസംബോധന രീതി കടന്നു വന്നത് ആ കാലഘട്ടത്തിലാണ്. അതൊക്കെ കഴിഞ്ഞു, ധാരാളം പരീക്ഷണങ്ങൾ നടന്നു കഴിഞ്ഞു. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടായത്. നമ്മുടെ കളരിയെ പോലെ തന്നെ
ഇല്ലാതാക്കുന്ന സമീപനങ്ങൾ അടക്കം വന്നിട്ട് പോലും ഓരോ ഭാരതീയൻ്റെയും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഭാരതീയൻ്റെ ഹൃദയത്തിൽ ആമന്ത്രണം ചെയ്തിരിക്കുന്ന ഈ കലയുടെ പറിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരികയും അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ രംഗത്തുള്ള വളരെ പ്രഗത്ഭരായിരിക്കുന്ന ഗുരുനാഥന്മാരുടെ പറഞ്ഞു, ചടുലമായിരിക്കുന്ന നൃത്ത സംവിധാനത്തോടാണ് പുതിയ തലമുറക്ക് ആഭിമുഖ്യമെന്ന്. പക്ഷേ ഇത് പറയുമ്പോഴും എനിക്ക് അവരോട് ഒരു എളിയ ആസ്വാദകൻ എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന പരമ്പരാഗതമായ രീതിയിൽ ഒരു വ്യതിയാനവും വരുത്താതെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ മാത്രമേ ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് സുചിത്ര മേഡം പോലുള്ള ആളുകൾ നടത്താൻ പാടുള്ളൂ എന്നുള്ള അഭ്യർത്ഥന കൂടി ഞാൻ പറയുകയാണ്. കാരണം നമ്മൾ ഇന്ന് ക്യാപ്സ്യൂൾ യുഗത്തിലേക്കാണ്, ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണത്. കാരണം യുവജനോത്സവ വേദികളിൽ ഒരു കുട്ടി അടിമുടി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് പരിപാടി അവതരിപ്പിക്കുമ്പോൾ അത് വളരെ സൂക്ഷ്മതലങ്ങളിലടക്കം, വളരെ മൈന്യൂട്ടായിരിക്കുന്ന കാര്യങ്ങളിൽ അടക്കം വളരെ ഭംഗിയായി അവർക്കത് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ അതിലപ്പുറം കടന്നു പോകാൻ അവർക്ക് കഴിയുന്നില്ല. അതിൻ്റെ ഉദാഹരണം തന്നെയാണ്, കലാതിലകമായിരിക്കുന്ന ഒരാളാണ് എൻ്റെ തൊട്ട് പിറകിലിരിക്കുന്ന ഒരാൾ. എന്നാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളെ പിന്മാറ്റിക്കൊണ്ട് കലാതിലകമായിരിക്കുന്ന ആളുകൾ പലരും ഇന്ന് എവിടെയാണ് ഉള്ളത് എന്ന് പോലും ചുരുക്കം ചില ആളുകൾ സിനിമാ രംഗത്തൊക്കെ വന്നു എന്നല്ലാതെ മറ്റു പലരുകളും ഒക്കെ തന്നെ വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ കേരളീയ കലയായാലും ഭരതനാട്യം പോലുള്ള തെന്നിന്ത്യൻ മോഹിനിയാട്ടം പോലുള്ള കലകൾ, അത്തരം കലകളെ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ മായം ചേർക്കാതെ തന്നെ അത് നിലനിർത്തുന്നതോടൊപ്പമുള്ള പരീക്ഷണങ്ങൾ മാത്രമേ നിങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അത് മഹിതമായിരിക്കുന്ന നമ്മുടെ പാരമ്പര്യത്തിനോട് കടക്കൽ കത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറിപ്പോകും. കാലത്തിനോടൊപ്പം നമ്മൾ മാറേണ്ടി വരും. പക്ഷെങ്കിൽ കാലത്തിനൊപ്പം ഒഴുകിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം എതിർപ്പുകളുടെ, അതേപോലെ തന്നെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ടുള്ള മലവെള്ളപ്പാച്ചൽ നീന്തിക്കടന്നുകൊണ്ടാണ് പലപ്പോഴും പല കലകളും ഇന്നും നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. ഇപ്പോൾ അഡ്വക്കേറ്റ് സജിനയെ സംബന്ധിച്ചിടത്തോളം ഇത് നൂതനമായിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം, ലോക പ്രശസ്തരായിരിക്കുന്ന എത്രയോ കലാകാരന്മാർ നമ്മുടെ മാഹിയിൽ നിന്ന് കലയുടെ സംസ്കാരത്തിൻ്റെ ചക്രവാള സീമകളും കടന്നുപോയിട്ടുണ്ട്. കാരണം മലയാളികൾ ഭൂമുഖത്ത് എവിടെയുണ്ടെങ്കിലും അവർക്ക് എമ്മുകുതിനെ അറിയാം. അതേപോലെ തന്നെ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സിനിമാക്കാരൻ, ബോളിവുഡ് സിനിമയുടെ തലപ്പത്ത് നിൽക്കുന്ന അമേരിക്കയിൽ ജീവിക്കുന്ന മയ്യഴിക്കാരൻ, ഈ ചൂടിക്കോട്ട പ്രദേശത്തുകാരനാണ് മനോജ് നൈറ്റ് ശ്യാമളൻ. ദ സിക്സ്ത് സെൻസ് എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള പ്രതിഭകൾ നമുക്കുണ്ട്. സീസർ അവാർഡ്, കാരണം നോബൽ സമ്മാനത്തിന് തൊട്ട് പിറകെയുള്ള അവാർഡാണ് സീസർ അവാർഡ്. ആ സീസർ അവാർഡ് നേടിയത് പള്ളൂർക്കാരനായിരിക്കുന്ന നാരാ കൊല്ലേരിയാണ്. ഈ കടലോരത്ത് ഇത്തിലുകൾ പെരുക്കി നടന്ന ആളാണ് പാരീസ് മോഹൻകുമാർ എന്ന വിശ്വപ്രസിദ്ധനായിരിക്കുന്ന ചിത്രകാരനായി മാറിയത്. പരിമളം അമ്പലത്തിലെ ചുമർ ചിത്രങ്ങൾ കണ്ട് ആവേശഭരിതനായി കൽക്കത്തയിൽ പോയി പഠിച്ച് ശാന്തിനികേതനിൽ നിന്ന് ബിരുദം നേടി അങ്ങനെ ലോക പ്രശസ്തനായിരിക്കുന്ന ചിത്രകാരനാണ് നമ്മുടെ ലബർദാന കോളേജിൽ പഠിച്ചിരുന്ന KG സുബ്രഹ്മണ്യം. അങ്ങനെ നിരവധിയായിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സാഹിത്യത്തിലും കലയിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ നൃത്തരംഗത്ത് അത്തരത്തിലുള്ളൊരു പ്രതിഭ നമുക്ക് സുചിത്രയെ മാറ്റി നിർത്തുന്നില്ല. അങ്ങനെയുള്ള പ്രതിഭകൾ നമുക്ക് ഇനിയും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിന് ഇന്ന് ഒരുപക്ഷെ ഹിന്ദി പഠിച്ചാൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ കലകൾ പഠിച്ചാൽ മാത്രമേ രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയൂ എന്നുള്ളൊരവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ ഈ കഥകിനെ പോലുള്ള കലകളിലൂടെ ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റാവുന്ന, അംഗീകാരം നേടാൻ പറ്റാവുന്ന പ്രതിഭകളെ വാർത്തെടുക്കാനുള്ള ഒരു ഇടം കൂടിയായി, ഒരു കളരി കൂടിയായി ഇത് മാറട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. താങ്ക് യു. സന്തോഷം, ഇതിനപ്പുറം പറയാൻ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്നെ പറ്റിയിട്ട് പ്ലാസ്റ്റിക് പെറുക്കുന്നതും പരിസ്ഥിതിനെ പറ്റിയിട്ട് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഞാനൊരു 8 വർഷം ഭരതനാട്യം പഠിച്ചതാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചു. ഉടനെ കല്യാണം കഴിച്ച് മാഹിയിലേക്ക് വന്നു. പിന്നെ ഡാൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു വീട്ടമ്മയുടെ റോഡിൽ ഇങ്ങനെ ജീവിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഈ സാമവേദങ്ങൾ കേട്ട് ജീവിച്ച എനിക്ക് ഒരുപാട് നഷ്ടബോധങ്ങളായിരുന്നു മാഹിയിൽ വന്നപ്പോൾ. എനിക്ക് എൻ്റെ കുട്ടികളെയൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മരുമക്കളെ, എൻ്റെ അനിയൻ്റെ മോളെ, എൻ്റെ മക്കളെയൊക്കെ
ഡാൻസൊക്കെ പഠിപ്പിച്ച് വീടിൻ്റെ ചുറ്റുപാടിൻ്റെ ഉള്ളിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിച്ചിട്ടൊക്കെ അവരൊക്കെ പിന്നെ വലിയ നർത്തകിമാരായിരിക്കുന്നു. അത് അവരുടെ പ്രൊഫഷനനുസരിച്ചിട്ട് അവർ മാറിപ്പോയെങ്കിലും എനിക്ക് എന്നെ ഒരു തൊടാൻ, എനിക്ക് അവരെ ഒന്ന് തൊടാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെയെങ്കിലും എനിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ ഈ നൃത്തം, സംഗീതം എല്ലാം തന്നെ ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു. പഠിക്കാനും ഞാൻ മോശമായിരുന്നു, അത് കാരണമാണ് വേഗം കെട്ടിച്ചു വിട്ട്. അല്ല, ഡാൻസ് പഠിക്കലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചീനെ പഠിപ്പിച്ചിരുന്നത് കലാമണ്ഡലം സുഗന്ധിയായിരുന്നു. അപ്പം ജീവിതത്തിൽ ഒരു സ്വപ്നവും ഒരു മോഹമൊക്കെ ഉണ്ടായിരുന്നത് ഒരു കലാമണ്ഡലം സുഗന്ധിയെങ്കിലും എനിക്കാവണം എന്നായിരുന്നു എൻ്റെ ജീവിതത്തിലെ സ്വപ്നം. ആ സ്വപ്നം പോയിട്ടിപ്പോൾ ഞാൻ നദീ സംരക്ഷണമായിട്ടൊക്കെയാണ് ഇപ്പോൾ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ രാഗം മാറി. പക്ഷെ അതിൻ്റെ ഇടയിലും മോഹിനിയാട്ടം പഠിക്കാൻ ഒരു മോഹമൊക്കെ ആയിട്ട് വീണ്ടും പോയി ചേർന്നതൊക്കെ ആയിരുന്നു. പക്ഷേ ഈ തടി കുറയുന്നില്ല. ഈ തടി കാരണം കാല് വേദനയൊക്കെ എടുത്തിട്ട് അവസാനം നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ അനിയൻ്റെ ഭാര്യയും ഇവരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഒരു ഇതുണ്ട്, നൃത്തം പഠിക്കുക ഒക്കെ ഒരു മോശമാണ്, അല്ലെങ്കിൽ മാഹിയിൽ പൊതുവെ കുറവായിരുന്നു. ഇവിടെ വലിയ നൃത്താചാര്യൻ്റെ കൂട്ടത്തിൽ എൻ്റെ വാസന്തി ടീച്ചർ ഒക്കെ നൃത്തം പഠിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ള നാടാണ്. പക്ഷെ എന്നിട്ടും ഞാൻ വരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ നൃത്തത്തിന് കുറേ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതിനിടയിൽ കഥക്ക് ഒരു സുന്ദരമായുള്ള നൃത്തരൂപമാണ്. അത് മോഹനമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മോഹിപ്പിക്കുന്നത് തന്നെയാണ്. ഓരോ മോഹിനിയാട്ടത്തിൻ്റെ വേറൊരു മാതിരിയാണ് തോന്നുന്നുണ്ട് അല്ലേ? സ്പീഡാണെങ്കിലും ഒരുപാട് ഭാവങ്ങളൊക്കെയുള്ള ഒരുപാട് നല്ല നൃത്തമാണ്. എന്തായാലും എനിക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ട്, ആവുമെന്നറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാൻ ഇരിക്കുന്നുണ്ട്. സജിന പറഞ്ഞു. പിന്നെ രജിസ്റ്റർ ചെയ്തു. ഇത് കാലിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താ പറയുക, സജ്ന ജീവിതത്തിലെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു നമ്മളെ വിചാരിച്ചിട്ടല്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ അറിയില്ല. അതാ മുന്നിലിരിക്കുന്ന സോമൻ പന്തക്കലാണ് എന്നെ രംഗത്തേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ പറയാം. അതിനുശേഷം അജയൻ, ഇങ്ങനെ ഓരോ ആളുകളും എന്നെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്, ഈ രംഗത്ത് ഇന്ന് എത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാറ്റിനും അതുപോലെ തന്നെ സജിന ഒരുപാട് ഭാഗ്യമുള്ള പെണ്ണാണ് നീ, അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. മക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുക, ഒരുപാട് പേരുടെ സങ്കടം ഒപ്പാൻ കഴിയുക, അത് ഒരു വലിയ ഭാഗ്യമാണ്. അതിൻ്റെ കൂടെ ആ ഒരു നന്മയുടെ കൂടെ അവൾക്ക് നൃത്തം പഠിക്കാനും നൃത്തത്തിലൂടെ ഒരുപാട് രംഗങ്ങളിലേക്ക് വരാനും ഇപ്പോൾ ദാ ശിവനോട് ചേർന്നിട്ടില്ല, നല്ല പേര്, നല്ല സന്തോഷം. അപ്പോൾ അതിനെ ശിവനെ അഹങ്കരിക്കൊന്നും വേണ്ടെന്ന് പറയുന്നത്. ശിവനെവിടെയോ കാണാനില്ല. എൻ്റെ അപ്പോൾ ശിവാംഗി എന്നുള്ള പേരും അതിമനോഹരമാണ്. എന്തായാലും നമ്മൾക്ക് നൃത്തങ്ങൾ, എന്ത് നൃത്തമായാലും നൃത്തം എന്നുള്ളത് ഇത്രയും സന്തോഷം തരുന്ന ഒരു വേറൊന്നില്ല. അതാണല്ലോ ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾ വരെ. നമ്മളൊക്കെ വിചാരിച്ചിരുന്നു പണ്ടൊക്കെ നൃത്തം പഠിക്കാനൊക്കെ 3 വയസ്സാവണം, എന്ത് വയസ്സ്. ഇപ്പം കുട്ടികളുടെ ഓരോ ഇത് കാണുമ്പോൾ, കുട്ടികളുടെ ഡാൻസ് കാണുമ്പോൾ ഒന്നുമില്ല, ഒരു കാലഘട്ടവും ഇല്ല. നൃത്തം എന്നുള്ളത് എപ്പോഴും സന്തോഷം വരുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു വികാരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ആശംസകൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ 2 പേരുണ്ട്. മക്കൾ 2 പേരും ഇവിടെ വന്നിട്ടില്ലല്ലോ. 2 മക്കളും ഡോക്ടേഴ്സാണ്. അതുകൂടി നിങ്ങളെല്ലാവരും അറിയണം. മിടുക്കരായി പഠിച്ച് ഡോക്ടർമാരായി 2 മക്കളും ഉണ്ട്. അപ്പോൾ സന്തോഷമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ നന്മയാണ് ഇവളുടെ കൂടെ ഉള്ളത് കേട്ടാ. അപ്പോൾ
ഇനിയും ഒരുപാട് പേർക്ക് സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയും. നൃത്തം എന്നുള്ളത് അതാണ്, സന്തോഷം നന്മ ഒക്കെ കൊടുക്കുന്ന സാധനമാണ്. അതിലേക്ക് ഒരുപാട് സജ്ജനയ്ക്ക് പോകാൻ കഴിയട്ടെ. എപ്പോഴും സജ്ജന വിളിക്കും, എനിക്ക് വരാൻ പറ്റാറില്ല. ഇന്നലെയും ഞാൻ കാശ്മീരിലായിരുന്നു. വെടികൊണ്ടാണ്ട് ഇവിടെ എത്തിയത്. ഞാൻ വിചാരിക്കുന്നത് സജ്ജനയുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് സ്നേഹം, ഒരുപാട് പേര് നർത്തകിമാർ ഇവിടെ ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ തരത്തിലും. പിന്നെ മോളെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, എല്ലാവരും എനിക്ക് അറിയാവുന്നതാണ്. നൃത്തം ജാനകി ടീച്ചറുടെ മോളുടെ മോഹിനിയാട്ടം അതിമനോഹരമാണ്. ഞാൻ എല്ലാം കാണലുണ്ട് ദൂരെ നിന്ന്. പക്ഷെ അഭിപ്രായങ്ങൾ പറയാനും ചിലപ്പോൾ വന്ന് കാണാനും ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എല്ലായിടത്തും എൻ്റെ ശ്രദ്ധ എത്താറുണ്ട്. ഇത്രയും എല്ലാ ആശംസയും. ഇനി ഇതിൻ്റെ ഒരു വളർച്ചയുടെ കൂടെ ഞാനും ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു, ഉണ്ടാവണം. താങ്ക് യു രാജലക്ഷ്മി മാഡം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി എൻ്റെ നമസ്കാരം. ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വളരെ സന്തോഷമുണ്ട്. ഈ സദസ്സിനെ അഭിമുഖീകരിച്ച് എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഇന്ന് അതീവ സന്തുഷ്ടയാണ്. സജനയുടെ ഈ സംരംഭം വളരെയേറെ സന്തോഷകരമാണ്. സജന എത്ര ജോലി തിരക്കിലും എന്തെല്ലാം വിഷമത്തിൻ്റെ ഇടയിലും അവൾ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങാൻ അവൾക്ക് നല്ലൊരു മനസ്സ് കൊടുത്തതിന് ആദ്യമായി ഞാൻ പഠിച്ചവനെ സ്തുതിക്കുന്നു. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള എല്ലാ സംരംഭങ്ങളും തുടങ്ങുവാൻ എല്ലാവരും മുതിരണമെന്നാണ് എൻ്റെയും ആഗ്രഹം. നമ്മൾ ഏതായാലും ഞാൻ ഇങ്ങനത്തെ ഒരു ഡാൻസും കാര്യമൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പൊതുപ്രവർത്തക എന്ന നിലയിൽ ഞാൻ വീട്ടിലുണ്ടാവാറ്, ഞാൻ പൊതു രംഗത്ത് തന്നെയാണ് ഉണ്ടാവാറ്. അതുകൊണ്ട് ഞാൻ എല്ലാവരുമായിട്ട് സഹകരിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ ചടഞ്ഞുകൂടി ഇരിക്കലാണ് ഇത്രയും കാലം. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവരും രംഗത്തുണ്ട്. ഞാൻ 30 വർഷത്തോളമായി പൊതുപ്രവർത്തനത്തിന് നിന്നിട്ട്, അതുകൊണ്ട് ഞാൻ കുറേയേറെ എല്ലാവരുടെ ഇടയിലും സംസാരിക്കാനും എല്ലാവരും അഭിമുഖീകരിക്കാനും എനിക്ക് സാധിച്ചതിൽ ഞാൻ പഠിച്ചവനെ സ്തുതിക്കുന്നു. ഇനി മേലിലും സജനക്കും സജനനെ പോലെയുള്ള എല്ലാവർക്കും ഇങ്ങനെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഈ സംരംഭം എന്നെന്ന് ഉയർച്ചയിലെത്താനും പഠിച്ചവൻ സഹായിക്കട്ടെ. ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. It is my privilege to stand here and felicitate you people here on this occasion where my very dear friend Advocate Sajna is starting her dream, Shivangi, over here. Because I know Sajna ji from a very long time because I have taught her children. I by profession is a teacher. So I taught their children, but I came to know her very well through the stream of dance. We started Bharatnatyam from Priya teacher's dance class, and from there I know how dedicated, how fully aspired she is. And today I'm happy that her dream, her aspiration has come over here as Shivangi. Congratulations to you. And as other dignitaries over here has told that there are different art forms, Bharatnatyam, Mohiniyattam, Kuchipudi, all those things. We have been into it little, but Kathak is something which we have never tried. And this is in the history of Mahi for the first time that we are having a Kathak dance class over here. That is a big gift to all the Mahi residents over here. It is a blessing for all the children who can aspire their dream to do something in Kathak. Kathak is a North Indian form in which we have, as teachers have said, is almost working about footsteps. Mohiniyattam, Kuchipudi, Bharatnatyam all tells you about expressions on face where your hands go, your eyes must also go. That is what it is said in Malayalam. Yes. I learnt a little bit. I'm not a great dancer like they are, but yes, we have learnt the basic thing, right? So Kathak is all about footsteps. It's all about fast movements, right? At this moment, I'm very happy because today I'm standing here along with my friend. First she told me that you have to come and speak a few words. I'll come and join you for your so-called venture. I'll be happy with you. But then I got a chance to speak about her. She is a great person. As everyone has said, she does a lot of things for all the people in Mahi.
right? And she has over here come with her aspiration, her dreams, and we all have joined here. She has brought a new venture to Mahi. I'm really very happy. Let us all join at this part, because dance is a universal language. Everyone, dance does not have age. Anyone can do it if you have the aspiration. Where there is a will, there is a way. If you can try, let us all try and bring up this venture of Shivangi to a great success. From the bottom of my heart, Sajnaji, I congratulate you, and I'm very happy, and let this venture touch the so-called level of success, to the rainbow of success. Congratulations. Thank you. താങ്ക് യു ജിഷി രാജേഷ് മാഡം. കാരണം കഥക്കിൻ്റെ നമുക്ക് മാഹിലൊന്നും ലഭിക്കാത്ത ഒരു പരിശീലനം ഇവിടെ വെച്ച് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ് കുട്ടികളൊക്കെ വഴിതെറ്റി പോവുകയാണ്. അതിനൊരു കാരണം നമ്മളതിന് ആരാണെന്ന് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കഴിവുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് അവരുടെ കലകളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കുറേയൊക്കെ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നുള്ളൊരു സംശയമില്ല. നമുക്കറിയാം കഴിഞ്ഞ പരിപാടിയിൽ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ പ്രോഗ്രാം, അതിൽ 38 വീടുകളിൽ ദിവസവും പ്രാക്ടീസ് നടന്നു എന്ന് പറയുന്നത് തന്നെ മാഹിയിലെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു. അതാണ് നേരത്തെ വിചിത്ര മാഡം പറഞ്ഞത്. 38ഓളം വീടുകളിൽ ദിവസവും പ്രാക്ടീസാണ്. അപ്പോൾ അതന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഗവൺമെൻറ് ഒരുപാട് പൈസ ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം നമ്മൾ ടീച്ചേഴ്സും നമ്മളെ രക്ഷിതാക്കളും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ മാത്രമേ നമ്മളെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു പരിധിവരെ. ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഞാൻ നിർത്തുന്നു. വേദിയിലിരിക്കുന്ന അതുപോലെ ഹാളിലിരിക്കുന്ന എല്ലാ കലാസ്നേഹികളെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന പാടിയ കുട്ടി വീണ വിപിൻ, ഡോക്ടർ വിചിത്ര പാലക്കണ്ടി, ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണ കുമാർ, ഡോക്ടർ സ്മിത എസ് നായർ, അഡ്വക്കേറ്റ് സജന, അഡ്വക്കേറ്റ് രാജേഷ് കുമാർ, CV രാജൻ മാസ്റ്റർ, അസീസ് മാസ്റ്റർ ഫോട്ടോഗ്രാഫർ, ശ്രീ ചാലക്കര പുരുഷു പ്രസ് റിപ്പോർട്ടർ, ശ്രീമതി ജസീമ മുസ്തഫ, ശ്രീമതി ജിഷി രാജേഷ്, രാജലക്ഷ്മി അവർ എല്ലാവർക്കും ശിവാംഗി കൾച്ചറൽ സെൻറ്ററിൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കൊരു കല നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും നമ്മളെ വ്യക്തിത്വത്തിനും മാനസിക ഘടനയ്ക്കും. നമ്മളെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റും. കാരണം ഇന്നെല്ലാം ഫാസ്റ്റാണല്ലേ, എല്ലാവർക്കും വേഗം റിസൾട്ട് വേണം. ഓട്ടാണ്, എന്താണെന്നറിയാത്ത ഓട്ടം ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ ജീവിതത്തിൽ. നോക്ക്, നമ്മളൊരു കലയായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ ജോലിൻ്റെ ആവട്ടെ, വീട്ടിലുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ ഉള്ളിൽ ആ സ്ട്രെസ് ലെവൽ കുറയാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മളെ ഉള്ളിൽ ആ സ്വാതന്ത്ര്യവും സ്ഥിരതയും കണ്ടെത്താൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും കല ആസ്വദിക്കാൻ പറ്റും. നമ്മളെക്കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല. എല്ലാവരുടെ ഉള്ളിലും അപാരമായ ശക്തിയും കഴിവുകളും ഉണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക്, ഈ കഥക്കിൻ്റെ ഈ നൃത്തശാലയിലേക്ക് ക്ഷണിക്കുകയാണ് ആദരപൂർവ്വം. നന്ദി, നമസ്തേ. ഇരിക്കുന്ന ഞാൻ എല്ലാവർക്കും ഒന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ 3 വനിതാ രത്നങ്ങൾ, അത് ഡാൻസിലെത്തെ നമ്മുടെ ഭാഗ്യമാണ്, ശിവാംഗി കൾച്ചറൽ സെൻറ്ററിൻ്റെ ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ആശംസ ഇവിടെ എത്തിക്കാൻ അർപ്പിച്ച എല്ലാ മാഹിയിലത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഞാൻ ഓരോരാളെയും വൈകിയ വേളയിൽ പറയുമ്പോൾ ചൂട് വല്ലാതെ ചൂടാണ് പറയുന്നില്ല. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൊലീഗ്സും, പലരും ഇവിടുത്തെ സ്റ്റുഡൻസും കൂടിയാണ് നമ്മളൊക്കെ. അപ്പോൾ പിന്നെ പോരാതെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എന്നെ ഇതുവരെ സ്നേഹിക്കുന്ന, ഇവിടെ ഒരാളെ വീട്ടിലും ഞാൻ ഒരാളോടും നേരിട്ടിട്ട് എല്ലാവരോടും ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞതാണ്. എനിക്കൊന്ന് പലരെയും 2ാമത്തെ പ്രാവശ്യം പോലും വിളിച്ചില്ല. ഈ ശനി ഞായർ കൊണ്ട് എല്ലാവരും ഫോൺ ചെയ്തിട്ട് ഇത്രയധികം ആൾക്കാർ
എത്തിപ്പെടാൻ. കോടതിയിൽ നിന്ന് തന്നെ രാവിലെ ഏതാണ്ട് 10:30 മണിക്ക് മുഴുവൻ വക്കീലന്മാർ, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, നമ്മളെ ഓഫീസ് ലീഗൽ സെല്ലിലെ സ്റ്റാഫ് അടക്കം രാവിലെ മുതലേ ഇവിടെ സന്നിഹിതരായിരുന്നു, 10-10:15 മുതൽ. പിന്നെ പോരാതെ ഞാൻ എല്ലാവരോടും, എൻ്റെ കൂടിയുള്ള ആർട്ടിസ്റ്റുകളുണ്ട് കലാഗ്രാമത്തിൽ, ഇപ്പോൾ കലാഗ്രാമത്തിലെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ഇപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടേ ഉള്ളൂ, എവിടെയോ കാലുവേദനയല്ല, അതുകൊണ്ടാണ് സൈന ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ എല്ലാവരും ഫോൺ ചെയ്തിട്ട് ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഫോൺ കോളിലൂടെ തന്നെ എത്രയോ സപ്പോർട്ട് കിട്ടി. അതെനിക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഇതുപോലെ എൻ്റെ കൂടെ നിൽക്കണം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് എൻ്റെ ഫാമിലി എന്നോടൊപ്പം നിന്നതുകൊണ്ടാണ്, എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും ഇങ്ങോട്ടൊപ്പം നിന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചത്. പിന്നെ എനിക്ക് വേറെ എടുത്തു പറയാനുള്ളത് എൻ്റെ കലാസുഹൃത്തുക്കളായ ചില സുഹൃത്തുക്കളാണ്. അവരാണ് ഇങ്ങനെ ഈ ക്ലാസ് റൂം ഇങ്ങനെ ആക്കിത്തരാൻ വേണ്ടിയിട്ട് എനിക്കിത് ഡിസൈൻ ചെയ്ത് എനിക്ക് ഫുൾ ടൈം ഇവിടെ വന്ന് നോക്കാനൊന്നും ആവില്ലല്ലോ, പക്ഷേ ഇത് ഡിസൈൻ അടക്കം ഇതാക്കി ഈ കഥക്ക് എന്ന് പറഞ്ഞ ഡാൻസ് ഞാൻ വർഷങ്ങളായിട്ട് പഠിക്കണം എന്ന് എൻ്റെ ഫാമിലിയുടെ ഇടയിൽ വന്ന ആഗ്രഹമായിരുന്നു. പക്ഷേ പിന്നീട് അത് എനിക്കും ഒരു ആഗ്രഹമായി തോന്നി. അതിലേക്ക് ഞാനും വന്നു. ആ മനസ്ഥിതി, ഞാൻ വെറും ഭരതനാട്യവും കുച്ചിപ്പുടിയും കലാഗ്രാമത്തിൽ നിന്ന് 10 വർഷങ്ങളോളം പഠിക്കുന്നത്, ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ അത് അന്വേഷിച്ച് കണ്ടെത്തി കഥക് എന്ന് പറഞ്ഞ ക്ലാസ് നേരിട്ടിട്ട് ഓൺലൈൻ ക്ലാസ് അല്ലാണ്ട് ഓഫ്ലൈൻ ക്ലാസ്സായി തന്നെ 2-3 വർഷത്തെ മെനക്കേടിൽ പഠിച്ചൊരു ഐറ്റമാണിത്. ഇപ്പോഴും ഞാനൊരു സ്റ്റുഡൻ്റാണ്. ഇതൊരു കടലാണ്, ഏതൊരു കലയും ഒരു കടലാണ്. ഞാൻ ഒരു അഹംഭാവമില്ലാതെ പറയുകയാണ്, ഞാനൊരു കൈക്കുമ്പിളിൽ കടലിൽ നിന്ന് വെള്ളം കോരിയ ഒരു വ്യക്തി മാത്രമാണ്. ഇതൊരു കടലാണ്. ഞാൻ ഇപ്പോഴും ഒരു കഥകിൻ്റെ സ്റ്റുഡൻറ്റ്, ഏതിൻ്റെയും ഒരു കഥക് മാത്രമല്ല, ഭരതനാട്യം കുച്ചിപ്പുടി, ഈ 3 ഡാൻസിൻ്റെയും ഒരു സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് പഴയ കാലത്ത് ഒന്നും നമുക്കത് സാധിക്കാൻ പറ്റില്ല. ഇപ്പോഴും നമുക്ക് വിചാരിച്ച ഏജ് ഒരു ബാറല്ല. കഴിഞ്ഞ ദിവസം 2 വയസ്സുള്ള കുട്ടീനാണ് ഇവിടെ ഡാൻസ് കളിക്കുന്നത്. ഇവരൊക്കെ കണ്ടതാ, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കുമ്പോഴാണ് പാരൻസ് 2 വയസ്സ് ഇവിടുന്ന് ഓടി നടക്കുന്നത് കഥക് പഠിപ്പിക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ ആ കുട്ടി അത്രയും ടാലൻറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ആയില്ല, കുറച്ചും കൂടി ഒരു 5-6 വയസ്സാവട്ടെ. ഇപ്പം ഇന്ന് രാവിലെ കോള് വന്ന് 6 വയസ്സുള്ളൊരു കുട്ടീനെ പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ഏജ് ഒരു ഘടകമേ അല്ല. അതുപോലെ ചിലവർ പറയുന്നത് കാൽമുട്ട് വേദന ഇത് അരമണ്ഡലം ഇല്ലാതെ ഡാൻസാണ്, നിന്നിട്ടുള്ള പോസ്റ്ററാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞ് സൈന വല്ലാണ്ട് കാൽമുട്ട് വേദനയാണ്, കഴിഞ്ഞ 2 മാസം ഓൺലൈൻ ക്ലാസ് ഭരതനാട്യത്തിന് ചേർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് പറ്റിയ കോഴ്സാണ് ഇത് കഥക്, കാരണം അരമണ്ഡലമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വൈകുന്നേരത്തെ സമയങ്ങളിലാണ് ഇവിടെ ഡാൻസ് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ പ്രൊഫഷണലി ഒരു അഭിഭാഷകയാണ്, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ഹെഡായതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് ഉണ്ടാവും ദിവസേന. ഞാൻ പറഞ്ഞ പ്രകാരം ഇപ്പോഴും ഇവരെ കാര്യമൊന്നും വലിയ വളരെ അറിവുള്ള ഇതിലെ ഡാൻസറൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, പഠിച്ച് വരുന്നതാണ്. അപ്പം ഞാൻ പഠിച്ച അറിവ് അത് ഞാൻ മറന്നു പോകാതിരിക്കുകയും ഞാൻ പഠിച്ച ഒരറിവ് അതേ രീതിയിൽ എന്നെ ഗുരുക്കന്മാർ പഠിപ്പിച്ച, എന്നെ പഠിപ്പിക്കുന്നത് മധു നടരാജ്, മായ നടരാജ് എന്ന് പറഞ്ഞ ഡൽഹിയിലെ തന്നെ എല്ലാ പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുന്ന ഡാൻസേഴ്സാണ്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഞാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ അവർ പഠിപ്പിച്ച അതേ രീതിയിൽ തന്നെ എനിക്കിത് എൻ്റെ അടുക്കെ വരുന്ന് പഠിക്കുന്നവരിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ മേഖലയിലും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സുഹൃത്തുക്കൾക്ക് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്ന നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ, വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ ഉച്ഛല ജലധി തരംഗ, തവ ശുഭ നാമേ ജാഗേ തവ ശുഭാശിഷ മാഗേ, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, हे जय हे जय हे जय 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 हे।